വയനാടിനെ മുഴുവൻ ഭീതിയിലാക്കിയ പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവ തെരച്ചിലിന്റെ 5ാം ദിനം റഡാറിന് പുറത്ത്. ഇന്നലെ രാത്രി മുതലുള്ള തെരച്ചിലിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവയെ വേഗം പിടികൂടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഇന്നലെ രാത്രി മുതൽ നടത്തിയ തെരച്ചിലിലും വനം വകുപ്പിന് കടുവയെ കണ്ടെത്താനായില്ല. ഡ്രോൺ പറത്തി നൈറ്റ് പട്രോളിംഗും. ഇതിലൊന്നും കടുവയെ കാണാനായില്ല. നിലവിൽ കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശങ്ങൾ എന്ന് നമ്മൾ അനുമാനിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ടൈഗറിന്റെ പ്രസൻസ് ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ തോട്ടങ്ങളിൽ വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. കടുവ ആക്രമിച്ചു കൊന്ന 5 ആടുകളുടെ നഷ്ടപരിഹാരം DFO അജിത് കെ രാമൻ വീടുകളിലെത്തി കൈമാറി. കടുവയെ എത്രയും വേഗം മയക്കുവെടി വെച്ച് പിടികൂടണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 144 പ്രഖ്യാപിച്ച് ജനങ്ങളെയൊക്കെ വീട്ടിലാക്കിയിട്ട് കടുവയ്ക്ക് സംരക്ഷണം കൊടുക്കുക, പക്ഷേ അതിനെ പിടിക്കുന്നില്ല. മാർച്ചിന് ശേഷം ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കടുവ ആദ്യത്തെ ആടിനെ പിടികൂടുന്നത് 7-ാം തീയതി. 9 നാളുകൾക്കുള്ളിൽ കടുവയ്ക്ക് ഇരയായത് 5 ആടുകൾ. വനം വകുപ്പ് സദാസമയവും കാവലുണ്ട്. എന്നിട്ടും കടുവ പിടിയിലാകുന്നില്ല. പ്രതിഷേധമുണ്ട് നാട്ടുകാർക്ക്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.